വാചകമായിരിക്കും ഇത്. എല്ലാ സിനിമകൾക്ക് തുടങ്ങുമ്പോഴും നമ്മൾ ഈ സെന്റൻസ് കേൾക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ഈ ഒരു വാചകം പ്രദർശിപ്പിക്കുന്നത്? എന്തായിരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഓഗസ്റ്റ് 1 ലോക ശ്വാസകോശാർബുദ ദിനം, അതായത് ലങ് ക്യാൻസർ ഡേ. ഞാൻ ഡോക്ടർ അന്ന, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറാണ്. ക്യാൻസർ കാരണമുള്ള മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ശ്വാസകോശാർബുദം കാരണമാണ്. ശ്വാസകോശാർബുദത്തിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായും പുകവലിയാണ് ശ്വാസകോശാർബുദത്തിന് കാരണം. പിന്നെ പരോക്ഷമായിട്ടുള്ള പുകവലി, അതായത് പാസീവ് സ്മോക്കിംഗ്. വേറെ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്ന പുക നമ്മൾ ശ്വസിച്ചാലും നമുക്ക് ശ്വാസകോശ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില റേഡിയേഷൻസുമായിട്ട് എക്സ്പോഷർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ശ്വാസകോശ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ജനിതകപരമായി നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ശ്വാസകോശ ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലാണ്. വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കെമിക്കൽസുമായിട്ട് നമ്മൾ എക്സ്പോഷർ ആവുന്നത്, പ്രത്യേകിച്ച് ചില ജോലി സാഹചര്യങ്ങളിൽ നമുക്ക് എക്സ്പോഷർ വരും. അതായത് ആസ്ബസ്റ്റോസ്, ക്രോമിയം, നിക്കൽ ഇങ്ങനെയുള്ള കെമിക്കൽസുമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ വരികയാണെങ്കിലും നമുക്ക് ഭാവിയിൽ ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും വിട്ടുമാറാത്ത ചുമയാണ് ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണം. അതോടൊപ്പം തന്നെ നമ്മൾ ചുമച്ച് കഫം തുപ്പുമ്പോൾ അതിൽ രക്തത്തിന്റെ അംശം കാണുക, പിന്നെ ക്രമാതീതമായി ശരീരത്തിന്റെ ഭാരം കുറയുക, പനി, നല്ല ക്ഷീണം, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ലങ് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ശ്വാസകോശ രോഗ വിദഗ്ധനെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറിനെ ഉടനെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇത്രയധികം സൗകര്യങ്ങളുള്ള ഇന്നത്തെ ലോകത്ത് എന്തുകൊണ്ടാവും ലങ് ക്യാൻസർ കാരണമുള്ള മരണങ്ങൾ ഇത്രയധികം കൂടുന്നത്? ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി ലക്ഷണങ്ങൾ അറിയാൻ പറ്റാതെ അത് ഡയഗ്നോസ് ചെയ്യാതെ പോകുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള അവയവങ്ങളിലോട്ട് ഇതിന് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിനെ നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് ഇത്രയധികം ക്യാൻസർ ഡെത്ത് ഇപ്പോഴും നമ്മുടെ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? പ്രധാനപ്പെട്ട കാരണം പുകവലിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് പുകവലി കുറയ്ക്കുക, പുകവലി മാക്സിമം പറ്റുകയാണെങ്കിൽ നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി നിൽക്കാതെ ആ ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പൊതുസ്ഥലങ്ങളിലോ വീട്ടിലോ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നിങ്ങൾ നിങ്ങളെ മാത്രമല്ല ചുറ്റുമുള്ളവരെയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെയും ഈ രോഗത്തിലോട്ട് നയിക്കുകയാണ്. അടുത്തൊരു റീസൺ നമ്മൾ പറഞ്ഞത് റേഡിയേഷൻസുമായിട്ടുള്ള എക്സ്പോഷർ ആണ്. ഈ റേഡിയേഷൻസ് ആണെങ്കിലും കെമിക്കൽസ് ആണെങ്കിലും നമ്മൾ ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോഴായിരിക്കും കൂടുതലായിട്ട് എക്സ്പോഷർ വരാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു ചെക്കപ്പ്, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇനി ഫാമിലിയിൽ ആർക്കെങ്കിലും ശ്വാസകോശ ക്യാൻസർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരും ലക്ഷണങ്ങൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇതുപോലെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, റെഗുലർ ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ അസുഖം ഡയഗ്നോസ് ചെയ്യാനും പെട്ടെന്ന് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനും സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുകവലിയോ അല്ലെങ്കിൽ കെമിക്കൽസോ റേഡിയേഷൻസോ ആയിട്ട് എക്സ്പോഷർ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഓഫ് ലങ് ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷണങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. റെഗുലർ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. സിനിമയുടെ ആരംഭം മുതൽ ഓരോ സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിലും വരെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ പറയുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശ്വാസകോശ അർബുദത്തിനെതിരായിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കുചേരാം. താങ്ക് യു.